ഞാൻ CPM-നകത്ത് 50 വർഷക്കാലം പാർട്ടി മെമ്പറായി അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ വരെ ഉയർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപജയങ്ങൾ കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്യുകയും അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ഞാൻ ചെയ്തത്. പക്ഷെ നേതൃത്വം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും അത് ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നീണ്ട 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിലേക്ക് ആ പോരാട്ടം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി. ഞാൻ ഇന്നേവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊട്ട് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും LDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിച്ചയാളല്ലായിരുന്നുവെങ്കിൽ ഞാൻ മത്സരരംഗത്ത് വരുമായിരുന്നില്ല. എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മത്സരരംഗത്തേക്ക് വരേണ്ടി വന്നത്. കളങ്കിതനായ വ്യക്തിയെ തന്നെ മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനിച്ചപ്പോൾ ആ പോരാട്ടം സമൂഹത്തിൽ തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികം എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടും CPM-നകത്ത് നിന്ന് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ടും കൂടിച്ചേർന്ന വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലുണ്ടായത്. ഞാൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല സ്ഥാനാർത്ഥിയായത്, ജയിക്കാനുമായിരുന്നില്ല. എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുക മാത്രമാണ്, എൻ്റെ പോരാട്ടം തുടരുക മാത്രമാണ്. പക്ഷെ മത്സരരംഗത്തേക്ക് കടന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ അനുകൂലമായ ഒരവസ്ഥയാണ് ജനങ്ങളിൽ കാണാൻ സാധിച്ചത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വോട്ട് ചെയ്തത് സംബന്ധിച്ച് നേരിട്ടും മറ്റ് പലരിലൂടെയും പറഞ്ഞറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിജയ പ്രതീക്ഷ ഉണ്ടായതാണ്. പക്ഷെ ആ നിലയിൽ അത് പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഈ അടിയൊഴുക്ക് ഒരാൾക്കും മുൻകൂട്ടി അളക്കാൻ സാധിക്കുന്നതല്ല. അടിയൊഴുക്കുണ്ടാകുമെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ ബോധ്യമുണ്ട്, CPM നേതൃത്വത്തിനും ബോധ്യമുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നതിനെ സംബന്ധിച്ച് അവർക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല, എനിക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ അടിയൊഴുക്ക് അതിശക്തമായിരുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആ നിലയിൽ CPM-നകത്ത് നിന്ന് എനിക്ക് ലഭിച്ച വലിയ നിലയിലുള്ള വോട്ട്, പയ്യന്നൂർ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള വോട്ട്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തകന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ 2 വോട്ടും കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് പയ്യന്നൂരിനെ തെരഞ്ഞെടുപ്പ് ചരിത്രം അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിജയം പയ്യന്നൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് പയ്യന്നൂരിലെ വോട്ടർമാരോട് മുഴുവൻ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭവും അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്.